നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. കൊച്ചി കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം. കമന്റിട്ടത് ചോദ്യം ചെയ്തതിന് ക്രൂരമർദ്ദനം. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. മാലിന്യം ശേഖരിച്ചില്ല. തൃക്കാക്കര നഗരസഭാ ഓഫീസിന് മുന്നിൽ ഭക്ഷ്യമാലിന്യം തള്ളി യുവാവിന്റെ പ്രതിഷേധം. ചരിത്ര നേട്ടം. ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ മലയാളി താരം തഹസീൻ മുഹമ്മദ് ഇടം പിടിച്ചു. തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി നിയമനത്തിൽ വൻ വിവാദം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി നീട്ടിയതിലും ആക്ഷേപം. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി UDF-ലെ ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗികമായി നടന്ന വോട്ടെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥിയായ CPI-ലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളുമാണ് ലഭിച്ചത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തുന്ന 4ാമത്തെ വനിതയാണ് ഷാനിമോൾ ഉസ്മാൻ. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതിനു ശേഷം അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർക്ക് നിയമസഭാ ചരമോപചാരം അർപ്പിച്ചു. ഇതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയവും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊച്ചി കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം. കമന്റിട്ടത് ചോദ്യം ചെയ്തതിന് ക്രൂരമർദ്ദനം. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. കൊച്ചി കലൂരിൽ റോഡിലൂടെ നടന്നുപോയ പെൺകുട്ടികൾക്ക് നേരെ ഒരു കൂട്ടം യുവാക്കളുടെ ക്രൂരമായ ആക്രമണം. തങ്ങളെ നോക്കി കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനാണ് പെൺകുട്ടികളെ സംഘം മർദ്ദിച്ചതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. ആക്രമണത്തിന് നിലത്തിട്ട് ചവിട്ടിയതിനെ തുടർന്ന് ഒരു പെൺകുട്ടിയുടെ നെഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ പെൺകുട്ടിയെ നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതികളായ ആക്രമണ സംഘത്തിനായി പോലീസ് ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാലിന്യം ശേഖരിച്ചില്ല. തൃക്കാക്കര നഗരസഭാ ഓഫീസിന് മുന്നിൽ ഭക്ഷ്യമാലിന്യം തള്ളി യുവാവിന്റെ പ്രതിഷേധം. തൃക്കാക്കര നഗരസഭയിലെ NGO ക്വാർട്ടേഴ്സ് പ്രദേശത്ത് വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാവ് നഗരസഭാ കവാടത്തിൽ ഭക്ഷ്യമാലിന്യം തള്ളി. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മാലിന്യം മുകളിലെ റോഡ് വരെ എത്തിക്കാൻ കഴിയില്ലെന്ന് 38ാം ഡിവിഷനിലെ താമസക്കാരനായ സുനിൽ നേരത്തെ കൗൺസിലറെ അറിയിച്ചിരുന്നു. കൗൺസിലറുടെ നിർദ്ദേശമുണ്ടായിട്ടും വാഹനം താഴേക്ക് ഇറക്കാൻ സാധിക്കില്ലെന്ന നിലപാടിൽ ഹരിതകർമ്മസേന ഉറച്ചു നിന്നതോടെയാണ് യുവാവ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് നഗരസഭാ ചെയർമാൻ രാഷിദ് ഉള്ളംപിള്ളി ഹരിതകർമ്മസേനയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. അടുത്ത ദിവസം മുതൽ ബന്ധപ്പെട്ട വീടുകളിൽ നേരിട്ടെത്തി മാലിന്യം ശേഖരിക്കാമെന്ന് സേനാംഗങ്ങൾ ഉറപ്പു നൽകിയതോടെ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. ചരിത്ര നേട്ടം. ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൽ മലയാളി താരം തഹസീൻ മുഹമ്മദ് ഇടം പിടിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഖത്തർ ദേശീയ ടീമിലേക്ക് മലയാളി താരം തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ സ്വദേശിയായ തഹസീൻ മുഹമ്മദ് ജംഷീദാണ് ഖത്തർ പ്രഖ്യാപിച്ച 26 അംഗ അന്തിമ സ്ക്വാഡിൽ ഇടം നേടി ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. ഖത്തർ ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമായ തഹസീൻ നേരത്തെ അണ്ടർ 16, 17, 19 ദേശീയ ടീമുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച ഈ ഇടതു വിങ്ങർ മികച്ച പ്രതിരോധ നിരകളെ വരെ കബളിപ്പിച്ച് ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മിടുക്കനാണ്. ജൂൺ 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ ഗ്രൂപ്പ് ബിയിലാണ് ഖത്തർ മത്സരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി നിയമനത്തിൽ വൻ വിവാദം. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി നീട്ടിയതിലും ആക്ഷേപം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ സെക്രട്ടറി നിയമനത്തെ ചൊല്ലി വൻ വിവാദം കൊഴുക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മുൻപ് അക്കൗണ്ട്സ് ഓഫീസറായിരുന്ന B ദീപയെ പുതിയ ബോർഡ് സെക്രട്ടറിയായി പ്രൊമോഷൻ നൽകി നിയമിച്ചത്. എന്നാൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുൻപാകെ വന്ന സാമ്പത്തിക ഇടപാട് പരാമർശങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻ കമ്മിറ്റിക്ക് മുന്നിൽ എത്തിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഊരാളങ്കൽ സൊസൈറ്റിയുടെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പണം നൽകിയെന്ന ആരോപണത്തിൽ ദീപയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരിട്ട് ഹാജരാക്കാൻ മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനൊപ്പമാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലാവധി നീട്ടി നൽകിയ ബോർഡിന്റെ നടപടിയും ഇപ്പോൾ കടുത്ത ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്.